ഒരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എപ്പോഴും നമ്മളെല്ലാവരും പറയുന്നൊരു കാര്യമായിട്ട് എൻ്റെ ക്ലാസ്സിൽ തന്നെ എല്ലാവരും പറയും, ഞാനേ ഭയങ്കര ഓവർ തിങ്കിങ് ആണ്, നെഗറ്റീവ് മാത്രമേ ഞാൻ ചിന്തിക്കുള്ളൂ. എങ്ങനെയാണ് മാഡം ഈ ഓവർ തിങ്ക് ചെയ്യുന്ന ഈ നെഗറ്റീവായിട്ടുള്ള ചിന്തകളിൽ നിന്ന് എനിക്ക് എങ്ങനെ പുറത്ത് കിടക്കാൻ പറ്റുന്നത്? നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? അങ്ങനെ ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റൊക്കെ ചെയ്തോട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ എവറി ഡേ നിങ്ങൾ എന്നെ ഇങ്ങനെ കേൾക്കുവാണ്, എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. എല്ലാ ദിവസവും നിങ്ങൾ കാണുന്നു, നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നു, ഒത്തിരി സന്തോഷമാണ്. നമ്മളിങ്ങനെ നേരിട്ട് കാണില്ലെങ്കിൽ പോലും നിങ്ങളുടെ ഓരോ മെസ്സേജുകളും തരുന്ന ആ സന്തോഷം ഞാൻ 100% ആത്മാർത്ഥമായിട്ട് സ്വീകരിക്കുകയാണ്. നിങ്ങളോട് തിരിച്ചും എൻ്റെ സ്നേഹവും നന്ദിയും ഒക്കെ അറിയിക്കുകയാണ്. കാര്യം നിങ്ങൾ എൻ്റെ ജീവിതത്തിലുള്ളത് കൊണ്ട് എനിക്കുള്ള സന്തോഷത്തിന് അതിരില്ല. അപ്പോൾ നിങ്ങൾ നൽകുന്ന ഈ ഒരു സപ്പോർട്ടിന് ആയിരം നന്ദി. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോണത് എങ്ങനെ നിഷേധാത്മകതയിൽ നിന്ന് പുറത്തു കടക്കാമെന്നാണ്. പലപ്പോഴും നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മളൊരു മനസ്സിലാക്കേണ്ട കാര്യം എന്നറിയാമോ? ഒരു ബഹാവുള്ള എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, ഒരു ബഹായി എന്ന് പറഞ്ഞൊരു മതത്തിൻ്റെ സ്ഥാപകനാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ, നന്ദിയുള്ള മനുഷ്യൻ എല്ലാ സാഹചര്യങ്ങളിലും നന്ദി നിറഞ്ഞവനായിരിക്കുന്നു. നമ്മളെപ്പോഴും പറയുന്നൊരു കാര്യമുണ്ട്, എന്തെങ്കിലുമൊക്കെ എനിക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ നന്ദി തരാം, അല്ലാതെ എനിക്ക് ഒന്നും ഇല്ലാതിരിക്കുമ്പോൾ ഞാൻ എങ്ങനെയാണ് നന്ദി പറയുക? നമ്മുടെയൊക്കെ ചിന്ത അങ്ങനെയല്ലേ പോണേ. എന്തെങ്കിലുമൊക്കെ കിട്ടിയാലല്ലേ നമുക്ക് നന്ദി പറയാൻ പറ്റുള്ളൂ. ഒന്നും ഇല്ലാത്തപ്പോൾ എനിക്ക് നന്ദി പറയാൻ പറ്റുമോ? അപ്പോൾ ഈ ഒരു പേർഷ്യൻ മനുഷ്യനാണ്, ബഹായി മതത്തിൻ്റെ പേർഷ്യൻ സ്ഥാപകൻ എന്നാണ് അദ്ദേഹം അറിയപ്പെടുന്നത്, ബഹാവുള്ള. അദ്ദേഹം എന്താ പറഞ്ഞത്, ഒരു നന്ദിയുള്ളൊരു മനുഷ്യൻ എല്ലാ സാഹചര്യങ്ങളിലും നന്ദി നിറഞ്ഞവനായിരിക്കും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് എന്താണോ അകത്തുള്ളത് അത് പുറത്തേക്ക് വരും. അപ്പം നന്ദി ബേസിക്കലി ഒന്നും ഇല്ലാത്തപ്പോഴും നന്ദിയുള്ള ഒരാളാണെങ്കിൽ അയാൾ എപ്പോഴും അങ്ങനെ തന്നെയായിരിക്കും. അപ്പം നമ്മളെങ്ങനെയാവണം? നമ്മളുടെ ജീവിതത്തിൽ എപ്പോഴും ദൈവം നമുക്ക് തരുന്ന, യൂണിവേഴ്സ് നമ്മൾക്ക് ചൊരിയുന്ന ഓരോ അനുഗ്രഹങ്ങൾക്കും ഓരോ ഇല്ലായ്മയിലും അതിൻ്റെ നന്മയെ കണ്ടെത്താനും നന്ദിയുള്ളവനാകാനും നമ്മൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതിലൊരു മികച്ച ഒരാളായിട്ട് മാറും. അപ്പം നമ്മൾക്ക് എന്ത് സംഭവിക്കും? നമ്മുടെ ലൈഫ് മുഴുവൻ അനുഗ്രഹപൂർണ്ണമായിട്ട് മാറും. സമൃദ്ധി നമ്മുടെ ജീവിതത്തിലേക്ക് വരും. അപ്പം അതിന് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും, ചിലപ്പോൾ ഇപ്പം നമ്മളുടെ റിലേഷൻഷിപ്പ് തകർന്ന അവസ്ഥയിലായിരിക്കും, ചിലപ്പോൾ ഫിനാൻഷ്യലി നമ്മൾ പ്രതിസന്ധിയിലായിരിക്കും, ചിലപ്പോൾ നമ്മുടെ ഹെൽത്ത് നോക്കാതെ അത്രയും മോശമായിട്ടുള്ള അവസ്ഥയിലായിരിക്കും, നമ്മൾ ചെയ്യുന്ന തൊഴിലിന് ഒരു ഗതിയും പരഗതിയും ഇല്ലാത്ത അവസ്ഥയായിരിക്കും. എല്ലാം പ്രതികൂല സാഹചര്യമാണ്. മക്കൾ ഇങ്ങോട്ട് വിളിക്കുമ്പോൾ അങ്ങോട്ട് പോകുന്ന മക്കളായിരിക്കും. അച്ഛനും അമ്മേനെ കൊണ്ട് ബുദ്ധിമുട്ടിയിരിക്കുമായിരിക്കും. കാര്യം എന്താ? അവർക്ക് മനസ്സിലാവണില്ല നമ്മളുടെ ബുദ്ധിമുട്ടുകളൊന്നും. ഇങ്ങനെ എന്ത് പ്രശ്നത്തിലാണ് നിങ്ങളെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ, ഇങ്ങനെ നമ്മളുടെ ജീവിതത്തിലേക്ക് പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഒരിങ്ങനെ കൂട്ടത്തോടെ വരണമെങ്കിൽ ഒരു കാര്യം മനസ്സിലാക്കണം. ഇവയൊക്കെ വരണതിൻ്റെ കാര്യം എന്താണെന്നറിയാമോ? നമ്മളുടെ ജീവിതത്തിൽ നമ്മൾക്ക് കൃതജ്ഞത എന്ന് പറയുന്ന ആ മാന്ത്രികത നമ്മൾ നമ്മുടെ ജീവിതത്തിൽ ചെയ്യാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഈ പ്രശ്നങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ ഈ പ്രശ്നത്തിൽ നിന്ന് നമുക്ക് പുറത്ത് കിടക്കണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇപ്പം നമ്മൾ ഒട്ടും വൈകിട്ടില്ല, ഇന്ന് തന്നെ നമ്മൾക്ക് നന്ദി എഴുതാൻ തുടങ്ങണം. അപ്പം നമ്മളൊരു നന്ദിയെ നിസ്സാരവൽക്കരിക്കാതെ നന്ദിയുടെ ആ ഒരു ശാസ്ത്രം നമ്മുടെ ജീവിതത്തിൽ, അല്ലെങ്കിൽ അത് നമ്മുടെ ലൈഫിലേക്ക് നമ്മൾ കൊണ്ടുവന്നിട്ട് എവറി ഡേ നമ്മൾ ചെയ്യാൻ തുടങ്ങി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണോ അത് നമുക്ക് ഇരട്ടിയായിട്ട് കിട്ടാൻ തുടങ്ങും. നമ്മൾ പറയാറില്ലേ, ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു 20 വയസ്സിലൊക്കെ ചെറിയ കാശ് കൊണ്ട് SIP ഇട്ട് കഴിഞ്ഞാൽ ഒരു 30 വർഷം കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ മാസീവായിട്ട് കാശുണ്ടാക്കാൻ പറ്റും. നമ്മൾ പല ആൾക്കാർക്കും അറിയില്ല ആ ഒരു മാന്ത്രികത. കോമ്പൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ എഫക്റ്റാണ്. ചിലപ്പോൾ ഇപ്പോൾ നമ്മൾ ഇടണത് ഒരു മാസം 10,000 രൂപ വെച്ച്, ഈ ഒരു 10,000 രൂപ വെച്ചിട്ട് ഒരു 30 വർഷം കിട്ടാറുണ്ടല്ലോ, കിട്ടണത് കോടികളാണ്. അപ്പം നമ്മൾ സത്യത്തിൽ ഈ ഇത് മനസ്സിലാക്കില്ല. കാരണം നമ്മൾ വിചാരിക്കും 10,000 രൂപ വെച്ച് 10 വർഷം ഇട്ട് കഴിഞ്ഞാൽ എന്ത് കിട്ടാനാ? വളരെ ചെറിയ കാശ് കിട്ടുള്ളൂ. കാര്യം 10,000 ഇൻറ്റു ഒരു വർഷം ഇട്ട് കഴിഞ്ഞാൽ 1,20,000 രൂപ. അങ്ങനെ ശരിക്കും ഒരു 30 വർഷം ഇട്ടാലും എന്ത് വരാനാ? 10 വർഷം ഇട്ടാൽ 12 ലക്ഷം. അപ്പം 36 ലക്ഷമാണ് നമ്മൾ ആകെ ഇടേണ്ടത്. പക്ഷേ ഈ 36 lakhs എന്ന് പറഞ്ഞാൽ പെരുകി കോടികളാവും. പക്ഷെ നമ്മൾ അതിനെ അറിയുന്നില്ല. അതുപോലെ തന്നെയാണ് കൃതജ്ഞത. നമ്മുടെ ജീവിതത്തിൽ നമ്മൾ കൃതജ്ഞത ഇങ്ങനെ കാണാൻ തുടങ്ങിക്കഴിഞ്ഞാൽ, നന്ദി അർപ്പിക്കാൻ തുടങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ മാന്ത്രികത വരാൻ തുടങ്ങും. നമ്മൾ ഓരോ ആൾക്കാർക്കും നന്ദി പറയാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിലേക്ക് ആ നന്ദി ഇങ്ങനെ വരാൻ തുടങ്ങും. നമ്മുടെ ജീവിതം ഒത്തിരി ശക്തമാവാൻ തുടങ്ങും.
ഒത്തിരി ആൾക്കാർ നമ്മളെ ദ്രോഹിക്കുന്ന ആൾക്കാരൊക്കെ നമ്മളുടെ ശത്രുക്കളൊക്കെ മിത്രമായിട്ട് മാറും. നമ്മുടെ ലൈഫ് തന്നെ വേറൊരു ലെവലിലേക്കാവും. അപ്പം നിങ്ങൾ എന്ത് ചെയ്യണം? ആരോഗ്യത്തിന് കുഴപ്പം സംഭവിക്കുമ്പോഴോ രോഗം വരുമ്പോഴോ അല്ല നമ്മൾ ആരോഗ്യത്തെപ്പറ്റി ചിന്തിക്കേണ്ടത്. നല്ല ആരോഗ്യത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നന്ദി പറയണം. നല്ല ജോലിയിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നന്ദി പറയണം. നല്ല ബന്ധത്തിൽ കല്യാണം കഴിച്ച് നല്ല സ്നേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ നന്ദി പറയണം. ആ ഒരു സ്വഭാവം നമ്മൾ കാണിച്ച് എവറി ഡേ നന്ദിയുള്ളവരായിട്ട് മാറുമ്പോൾ നമ്മളുടെ മൂല്യം കൂടാൻ തുടങ്ങും. അപ്പോൾ ഓരോ ദിവസവും ഓരോ മാസവും നമുക്കിപ്പോൾ ശമ്പളം കിട്ടുന്ന ചിലപ്പോൾ 10,000 രൂപയായിരിക്കും, ചിലപ്പോൾ 20,000 രൂപയായിരിക്കും, ചിലപ്പോൾ 2 ലക്ഷം രൂപയായിരിക്കും. എത്ര പൂജ്യം കിട്ടുന്നു എന്നുള്ളതല്ല, നമ്മൾക്ക് ആ കിട്ടുന്ന സംഖ്യയിൽ നമ്മളെപ്പോഴും നന്ദിയുള്ളവരാകുക. ആ നന്ദി നമ്മൾ കൊടുക്കും തോറും നമ്മളുടെ മൂല്യം കൂടാൻ തുടങ്ങും. അപ്പോൾ നമ്മളുടെ പ്രിയപ്പെട്ട ആൾക്കാരെയൊക്കെ നമ്മൾ ഓൾമോസ്റ്റ് നല്ല സ്നേഹത്തിൽ ഇരിക്കുമ്പോൾ തന്നെ അവർ നമ്മൾ വിളിക്കാറുണ്ടോ, അതോ അവരുടെ കാര്യങ്ങൾക്ക് നോക്കാറുണ്ടോ, അതോ നമ്മുടെ പ്രശ്നം വരുമ്പോൾ എല്ലാവരും വന്ന് നമ്മളെ സഹായിക്കണം എന്നാണോ നമ്മൾ ചിന്തിക്കേണ്ടത്? മെജോറിറ്റി ആൾക്കാർ അങ്ങനെ വിചാരിക്കണേ. പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ എൻ്റെ അച്ഛനെ ഓർക്കും, അമ്മേനെ നോക്കും, പെങ്ങളെ ഓർക്കും, എല്ലാവരും ഓർക്കും. പക്ഷേ എൻ്റെ നല്ല സമയത്ത് ഞാൻ ഇവരെയൊക്കെ ഓർക്കാറുണ്ടോ? ഇവർക്ക് വേണ്ടി ഞാൻ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഇവരെൻ്റെ ജീവിതത്തിലുള്ളതിന് ഞാൻ നന്ദി പറയാറുണ്ടോ? അങ്ങനെ നമ്മളൊന്ന് റിവ്യൂ ചെയ്ത് നോക്കാം. അപ്പം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിക്കും നമ്മൾ നന്ദിയുള്ളവരാകുക. ഓരോ മനുഷ്യരും നമ്മുടെ ജീവിതത്തിൽ സപ്പോർട്ട് ചെയ്യണമെങ്കിൽ നമ്മൾ നന്ദിയുള്ളവരാകുക. നമ്മളുടെ ലൈഫിൽ നിന്ന് നമ്മൾ ജീവനോടെ ദൈവം നമുക്ക് ഈ ഒരു പ്രഭാതം കാണാൻ അനുഗ്രഹം തന്നതിന് നമ്മൾ നന്ദി ഉണ്ടാവുക. ഇങ്ങനെ എല്ലാത്തിനും നമ്മൾ നന്ദി കാണാൻ തുടങ്ങുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഒരു നെഗറ്റിവിറ്റി ഇല്ലാതെ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റും. നമ്മളിങ്ങനെ പരാതി പറയണ ഗെയിമൊക്കെ അവസാനിക്കും. കാര്യം എന്താ? നന്ദി എല്ലാ ദിവസവും എഴുതുന്ന ഒരാൾക്ക് പരാതി പറയാൻ പറ്റുമോ? കാര്യം അയാൾ അനുഗ്രഹങ്ങൾ എല്ലാ ദിവസവും ഇങ്ങനെ എഴുതി പോകുമ്പോൾ അയാളുടെ വായിൽ നിന്ന് ഒരു പരാതിയും പറയില്ല. അയാൾ പരാതി പെട്ടി മറന്നു പോകും. എന്നിട്ട് അയാൾ അനുഗ്രഹങ്ങളുടെ പെട്ടി തുറക്കും. അതോടെ അയാൾ കാണുന്നത് എന്താണ്? നല്ല സ്വർണ്ണമാല, അല്ലെങ്കിൽ തങ്കമാല, ഡയമണ്ട്സ്, ഇങ്ങനെയൊക്കെ അനുഗ്രഹങ്ങൾ അയാളുടെ ജീവിതത്തിലേക്ക് വരാൻ തുടങ്ങും. അപ്പോൾ അയാൾക്ക് ദാരിദ്ര്യമില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾക്ക് നന്ദിയുടെ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കുമ്പോൾ നമുക്ക് നിഷേധാത്മക സ്വഭാവം നമ്മുടെ ജീവിതത്തിൽ പിന്നെ വരില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ടും കൂടി ഒരുമിച്ച് പോകില്ല. ഒന്നിലെ കൃതജ്ഞത, അല്ലെങ്കിൽ നമ്മൾക്ക് ഓൾമോസ്റ്റ് ആൾക്കാരെ വിമർശിക്കൽ, ആൾക്കാരെ പരാതി പറയൽ. അപ്പോൾ പരാതി പറയുന്ന ഒരാൾക്ക് കൃതജ്ഞത അർപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ഉണർന്നെണീറ്റ് ഓരോ ദിവസവും നന്ദി പറയണത് നിങ്ങൾ ഓൾമോസ്റ്റ് എല്ലാ ദിവസവും നിങ്ങളുടെ സ്വഭാവമായിട്ട് മാറ്റുക. അപ്പം നിങ്ങൾക്ക് സന്തോഷത്തിൻ്റെ ജീവിതം നിങ്ങൾക്ക് കിട്ടും. ഓരോ അനുഭവങ്ങളും സന്തോഷമുള്ളതായിട്ട് മാറും. നിങ്ങളുടെ ബന്ധങ്ങൾ നിങ്ങൾ കാണുന്നേക്കാളും ഭംഗിയുള്ള വളരെ സ്നേഹമുള്ള ബന്ധമായിട്ട് മാറും. മക്കളാണെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങും. അവരെ പറ്റി നിങ്ങൾ നല്ലത് പറയാൻ തുടങ്ങും. നിങ്ങളുടെ ബന്ധുക്കളൊക്കെ നിങ്ങളെ ഒരു കാന്തം പോലെ ആകർഷിച്ചിട്ട് നിങ്ങളിലേക്ക് ഓടി വരാൻ തുടങ്ങും. അപ്പോൾ ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വരണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ നന്ദി നമ്മുടെ ജീവിതത്തിൽ എല്ലാ ദിവസവും നമ്മൾ കൊടുക്കാൻ തുടങ്ങണം. അപ്പോൾ ഈ ഒരു ഗൗതമ ബുദ്ധൻ പറഞ്ഞ ഒരു വലിയൊരു കാര്യമുണ്ട്. നമുക്ക് ഉണർന്നെണീറ്റ് നന്ദി പ്രകാശിപ്പിക്കാം. എന്തെന്നാൽ ഇന്ന് നമ്മൾ അധികം പഠിച്ചില്ലെങ്കിലും കുറഞ്ഞ പക്ഷം കുറച്ചെങ്കിലും പഠിക്കാനായി. നമ്മൾ ഒന്നും പഠിച്ചിട്ടില്ലെങ്കിലും നമുക്ക് അസുഖമൊന്നും പിടിപെട്ടിട്ടില്ല. ഇനി എന്തെങ്കിലും അസുഖമായാൽ പോലും നമ്മൾ മരിച്ചിട്ടില്ല. അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും നന്ദിയുള്ളതാവാം. നല്ലൊരു തോട്ടല്ലേ? കാര്യം എന്താ? ഓരോ കാര്യത്തിലും നന്മ 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 എന്ന് കാണാൻ തുടങ്ങുമ്പോൾ എന്താ ഗുണം? നമ്മളുടെ ചിന്തകളൊക്കെ അത്രയും പോസിറ്റീവായില്ലേ? ആ പോസിറ്റീവായിട്ട് മാറുമ്പോൾ പിന്നെ നമുക്ക് നെഗറ്റിവിറ്റി വരുമോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയല്ലേ നമ്മൾ ജീവിക്കേണ്ടത്? നമ്മളുടെ ഓരോ സാഹചര്യങ്ങളെയും നമ്മൾ ഇങ്ങനെ തന്നെ നോക്കണ്ടേ? അപ്പോൾ എന്താ പറയുക, ഇന്നൊരാൾ വിചാരിക്കുകയാണ് എൻ്റെ ജോലിയൊക്കെ പോയേക്കുക, എനിക്ക് ജോലിയില്ലാത്ത അവസ്ഥയിലാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ എന്താണ് അയാളുടെ ജീവിതത്തെ പോസിറ്റീവ് ആക്കാൻ വേണ്ടി ചെയ്യേണ്ടതെന്ന് നമുക്ക് നോക്കിയാലോ? അപ്പോൾ അയാൾക്ക് പറയാൻ പറ്റുന്ന കാര്യം എന്താ അറിയാമോ? ഇന്ന് ഈ ഒരു സാഹചര്യത്തിൽ എൻ്റെ ജോലിയൊക്കെ പോയ സാഹചര്യമാണ്, പക്ഷെ എന്നാലും എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് സമയം ചിലവഴിക്കാനായിട്ട് കുറേ സമയം കിട്ടുന്നുണ്ട്. ഞാൻ അതിന് ദൈവമേ നന്ദിയുള്ള ഒരാളാണ്. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇപ്പം എനിക്ക് കുറേ സമയം കിട്ടണോണ്ട് എന്തോ ഗുണമുണ്ടായെന്ന് അറിയാമോ? ഞാനിപ്പോൾ ഒരു മിറക്കിൾ മോർണിംഗ് മില്ലിനിയർ എന്ന് പറഞ്ഞ ഷീജ മാഡത്തിൻ്റെ ഒരു ക്ലാസ് ഉണ്ട്. ആ ക്ലാസ്സിൽ കയറാൻ പറ്റി. 5 days ആ ക്ലാസ്സിൽ കയറിയപ്പോൾ എൻ്റെ ജീവിതം തന്നെ മാറുന്ന ലെവലിലേക്ക് മാറി. ഒരു ചിട്ട കൊണ്ടുവന്നു എനിക്ക്. ഞാൻ ഓൾമോസ്റ്റ് ശക്തിയുള്ള ഒരാളായിട്ട് മാറി. ഞാൻ അതിന് നന്ദിയുള്ള ഒരാളാണ്. എൻ്റെ ജീവിതത്തിൽ ഇത്രയും നാൾ ജോലി ഉണ്ടായിരുന്നു. അതുകൊണ്ട് എനിക്ക് എന്ത് ഗുണമുണ്ടായി? എനിക്കൊരു വീട് വെക്കാൻ പറ്റിയിട്ടുണ്ട്. എനിക്ക് എൻ്റെ കുടുംബത്തെ കുറേ കൂടി ശക്തമായിട്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ആ ജോലി തന്ന ഓരോ ഓർഗനൈസേഷനോടും ഞാൻ നന്ദിയുള്ള ഒരാളാണ്. പക്ഷെ എനിക്ക് ഇത്രയും വർഷത്തെ എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ട് ഒരു ഗുണമുണ്ട് കേട്ടോ.
ഇനിയിപ്പോൾ എവിടെ പോയാലും എനിക്കൊരു ജോലി കിട്ടും. അപ്പോൾ എനിക്ക് ഓരോ ദിവസവും ഒത്തിരി ജോലിക്ക് ഇപ്പോൾ അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പം ഞാൻ ഇത്രയും ജോലികൾ ഇങ്ങനെ എനിക്ക് വേണ്ടി ഓപ്പർച്യൂണിറ്റി കിട്ടണതിൽ ഞാൻ ഒത്തിരി നന്ദിയുള്ള ഒരാളാണ്. കാര്യം എനിക്ക് ഉറപ്പുണ്ട് ഈ പ്രപഞ്ചത്തിൽ എനിക്ക് ആവശ്യമുള്ള ആ ഒരു ഡ്രീം ജോബ് എന്നെ തന്നെ കാത്തിരിപ്പുണ്ട്. അതെനിക്ക് വളരെ പെട്ടെന്ന് ഞാൻ അവിടെ എത്തും. ജോലിക്ക് അപേക്ഷിക്കാനായിട്ടുള്ള എല്ലാ നോളജും എനിക്കുണ്ട്. കാര്യം അതിനൊക്കെ ഉള്ള ഞാൻ സ്കിൽഡാണ്. അപ്പോൾ അതിലൊക്കെ ഞാൻ നന്ദിയുള്ള ഒരാളാണ്. എന്നെ ഇൻ്റർവ്യൂ ചെയ്ത സാറില്ലേ, എന്നോട് വളരെ സ്നേഹത്തിലാണ് പെരുമാറിയത്. എനിക്ക് ജോലി തരാനായിട്ട് അദ്ദേഹം കാണിച്ച ആ സന്മനസ്സുണ്ട്. ഞാൻ അതിന് നന്ദിയുള്ള ഒരാളാണ്. എനിക്കിപ്പോൾ ജോലി ഇല്ലാത്ത സമയത്തും എൻ്റെ ഭാര്യ ഇന്നുവരെ എന്നെ ഒരു കുറ്റവും പറഞ്ഞിട്ടില്ല. എനിക്ക് അത്രയും നന്നായിട്ടാണ് അവൾ എന്നെ സ്നേഹിക്കുന്നത്. അത്രയും നല്ലൊരു പങ്കാളിയെ കിട്ടിയതിൽ, അത്രയും നല്ല മക്കളെ കിട്ടിയതിൽ ഞാൻ നന്ദിയുള്ള ഒരാളാണ്. പക്ഷേ ഞാൻ ഇന്നൊരു മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് കേട്ടോ. എൻ്റെ ആ ജോലി ഉണ്ടല്ലോ, അതൊരു നല്ല ജോലിയായിരുന്നു. ആ ജോലി നഷ്ടപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലാവുന്നത്. ആ ജോലി എനിക്ക് തന്ന അഭിമാനം, അല്ലെങ്കിൽ ആ ജോലി എനിക്ക് തന്നിരുന്ന ആ ചെറിയൊരു വരുമാനമാണെങ്കിലും എൻ്റെ കാര്യങ്ങളെല്ലാം നടത്താൻ അതെന്നെ സഹായിച്ചിരുന്നു എന്ന് ഇപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. കാര്യം അന്ന് എൻ്റെ കണ്ണ് തുറന്നില്ല. പക്ഷെ ഇന്ന് ഞാൻ നന്ദിയുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് ഉറപ്പുണ്ട് എനിക്ക് ആവശ്യമുള്ള ഒരു ജോലി ഇന്ന് തന്നെ എനിക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെ നമ്മൾക്ക് തൊഴിലില്ലാത്ത അവസ്ഥയിൽ പോലും നമ്മൾക്ക് നിഷേധാത്മകതയിൽ നിന്ന് പോസിറ്റീവായിട്ട് ചിന്തിക്കാൻ ഇങ്ങനെ നമുക്ക് നമ്മളോട് തന്നെ നമുക്കിങ്ങനെ പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെ നന്ദി എഴുതുമ്പോഴത്തേക്ക് നമുക്ക് എന്ത് സംഭവിക്കും? നമ്മളുടെ ചിന്തകൾ മാറും. നമ്മളുടെ ജീവിതത്തിലേക്ക് അനുഗ്രഹമുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് നമ്മളെ തന്നെ മാറ്റാൻ പറ്റും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങളുടെ ജീവിതത്തിലുള്ള ഓരോ കാര്യങ്ങളെയും പോസിറ്റീവായിട്ട് ഇങ്ങനെ അപ്രോച്ച് ചെയ്യുക. ഓരോ കാര്യങ്ങളെയും നിങ്ങൾ നന്ദി പറഞ്ഞ് പോസിറ്റീവായിട്ടുള്ള എക്സ്പ്ലനേഷൻ കൊടുത്ത് നിങ്ങളെ തന്നെ പുതിയൊരു ബോധ്യത്തിലേക്ക് എത്തിക്കുക. അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രാക്ടീസിലേക്ക് പോവുകയാണ്. 10 അനുഗ്രഹങ്ങളുടെ ലിസ്റ്റ് ഉണ്ടാക്കുക. ഓരോ അനുഗ്രഹങ്ങൾ എഴുതിയിട്ട് നന്ദി എന്ന് പറയാം. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ ഇപ്പം നിങ്ങൾ പരിഹരിക്കേണ്ട ഒരു വലിയൊരു പ്രോബ്ലം ഉണ്ടാവും. ആ പ്രോബ്ലം എന്താണെന്ന് നിങ്ങൾ നോക്കുക. ആ പ്രോബ്ലത്തെ നിങ്ങൾ എന്ത് ചെയ്യുക? ആ പ്രതികൂല സാഹചര്യങ്ങൾ ഇപ്പം നിങ്ങൾ അതിലാണ് നിൽക്കണേ എങ്കിൽ പോലും അതിന് നിങ്ങളൊരു 10 കാര്യം കണ്ടുപിടിക്കുക. ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തന്നല്ലോ. അതുപോലെ ആ കാര്യത്തിൻ്റെ ഒരു പോസിറ്റിവിറ്റി നിങ്ങൾ കണ്ടുപിടിക്കുക. എന്നിട്ട് നിങ്ങൾ അതിൻ്റെ ഒരു 10 അനുഗ്രഹം എഴുതുക. അങ്ങനെ നിങ്ങൾ ഇന്ന് ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഇന്ന് മുതൽ നാളെ വൈകുന്നേരം മാഡത്തിൻ്റെ ക്ലാസ് വരെ ഞാൻ ഒരു നെഗറ്റീവ് ചിന്തയും എടുക്കില്ല എന്നുള്ള ഒരു പ്ലെഡ്ജ് എടുക്കുക. ഞാൻ എന്ത് നെഗറ്റീവ് വന്നാലും ഞാൻ അതിനെ ക്യാൻസൽ ചെയ്യും. ഞാൻ ഒരു നിഷേധാത്മകമായ ഒരു ചിന്തയും ഞാൻ എൻ്റെ തോട്ടിലേക്ക് ഞാൻ കൊണ്ടുവരില്ല. ഞാൻ ഒരാളോടും നെഗറ്റീവായിട്ടുള്ള ഒരു വാക്ക് പോലും ഞാൻ പറയില്ല. അപ്പം തന്നെ ഞാൻ എന്ത് ചെയ്യും? ഞാൻ എൻ്റെ ജീവിതത്തിൽ നന്ദിയുള്ളവനാണെന്ന് പറഞ്ഞ് ഞാൻ ആ വാക്കിനെ അത്രയും പോസിറ്റീവാക്കി മാറ്റും. അങ്ങനെയുള്ളൊരു ഉറപ്പ് നിങ്ങൾക്ക് തന്നെ കൊടുക്കുക. നിങ്ങളെ നോക്കണം നിങ്ങൾ തന്നെയാണെന്ന് മറക്കരുത് കേട്ടോ. എന്നോട് നിങ്ങൾ ഇന്ന് പോസിറ്റീവായിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് പറയണം, ഞാൻ ഇന്ന് 24 hours മാഡത്തിന് കമ്മിറ്റ്മെൻറ്റ് തരുവാണ്, ഞാൻ ഇന്നത്തെ ഡേ 100% കമ്മിറ്റഡ് ആണ് എന്നൊന്ന് പറഞ്ഞാൽ മതി കേട്ടോ. പോസിറ്റീവ് ആകുമെന്നൊന്ന് പറയണ്ട, 100% കമ്മിറ്റഡ് എന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലാവും. അങ്ങനെ നിങ്ങൾ ഇന്നത്തെ ദിവസം പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ തീരുമാനിക്കുക, അത് നടപ്പാക്കി കഴിഞ്ഞാൽ വന്ന് പിറ്റേ ദിവസം പറയണം കേട്ടോ, എനിക്കിന്ന് ചെയ്യാൻ പറ്റി, ആ ഫീലിംഗ് എന്താണെന്ന് പറയണം. പിന്നെ ഉറങ്ങാൻ പോണതിന് മുമ്പ് എന്തെടുക്കുക? നമ്മളുടെ കല്ലെടുക്കുക, നമ്മളുടെ ഇന്നത്തെ ദിവസം നടന്ന നല്ല കാര്യങ്ങളെപ്പറ്റി ചിന്തിക്കുക, ആ ഏറ്റവും ഓരോ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞിട്ട് സമാധാനത്തിലും സന്തോഷത്തിലും ആ ഒരു നന്ദിയുടെ ആ ഒരു സ്മരണയിൽ പോയി കിടന്നുറങ്ങുക. നമുക്ക് അടുത്ത ദിവസം അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.